ഹായ് ഫ്രണ്ട്സ്, യെസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ. ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. നമ്മൾ മുൻകൂടാസ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ ഇതുപോലെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം നമുക്ക് ഒരു പകുതിയിലേറെ നമ്മളിതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ചെറിയൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു മാർക്കിങ്ങിൽ നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കണം. ചെറിയ ചെറിയ ഡോട്ട് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ബീഡ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. വളരെ ഈസിയാണ് കേട്ടോ. മനസ്സിലാവാനായിട്ടാണ് ഞാനിങ്ങനെ പാറ്റേണോട് ഡ്രോ ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുൻകൂടാസ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കണ്ടോ. സ്ലീവ് കണ്ടോ, അത്യാവശ്യം നല്ല ഹെവിയാണ്. നമുക്ക് ഇതിൻ്റെ സ്ലീവ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് കണ്ടോ. സ്റ്റോണും കട്ട് ബീഡ്സൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഈ 2 ടൈപ്പ് മെറ്റീരിയൽസ് മതി കേട്ടോ. ഇതുപോലുള്ള സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട്. വൈറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന സ്റ്റോണ്. പിന്നെ നമുക്ക് വേണ്ട കട്ട് ബീഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് കേട്ടോ വൈറ്റ് കട്ട് ബീഡ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ വൈറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ഏതാണോ കറക്റ്റ് മാച്ചായിട്ട് വരുന്നത് അതുപോലുള്ള സ്റ്റോൺ എടുക്കാം കേട്ടോ. ഇതുപോലുള്ള ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു കളറുണ്ട്, പിങ്ക് ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ഷെയ്ഡും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന സ്റ്റോൺ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 മെറ്റീരിയൽ മാത്രം മതി. പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ സെയിം കളർ നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാൻ ഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ B7000 ഗമ്മാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ എടുത്താലും മതി കേട്ടോ. ഏതായാലും കുറഞ്ഞത് 24 hours ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ ചില ഭാഗത്ത് ഇതുപോലെ സ്റ്റോൺ ഒട്ടിക്കാൻ പോവുകയാണേ. ഈ സ്റ്റോൺ നമുക്ക് എത്രത്തോളം വേണം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് സ്റ്റോൺ കുറച്ച് കൂടുതൽ വെക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് വെക്കുന്നതായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം കേട്ടോ ഇതുപോലെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ചെയ്യാനുള്ള ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കട്ട് ബീഡ് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2-3 കട്ട് ബീഡിന് ഇടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ. ഞാനിതിപ്പം വീഡിയോയ്ക്ക് പെട്ടെന്ന് കാണിക്കുവാണേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. ഒത്തിരി ഗ്യാപ്പും വേണ്ട, ഒത്തിരി അങ്ങോട്ട് തിക്കാക്കുകയും വേണ്ട. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അനുസരിച്ച് കട്ട് ബീഡ് വെച്ച് പോരണം കേട്ടോ.
ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഫുള്ള് ചെയ്യേണ്ടത്. പല ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിന് വേണം കട്ട് ബീഡ് ഫുള്ള് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്ലീവിൽ എത്രത്തോളമാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഏരിയ ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിമ്പിൾ വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കിയാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. സ്റ്റോൺസും കട്ട് ബീഡ്സും മാത്രം മതി ഡിസൈൻ ചെയ്യാനായിട്ട്. നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. ഈ സ്ലീവിലൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.